അസ്സലാമു അലൈക്കും. എന്നാൽ നമുക്ക് മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും വെച്ചിട്ടൊരു തോരൻ വെക്കട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഫ്രഷ് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവൊക്കെ ഇനി ഒന്ന് തൊണ്ട് പൊളിച്ചെടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇതിന് തോരെന്ന് ഞാൻ പറയാമെന്ന് മാത്രം, ഇത് എങ്ങനെയെന്ന് അറിയില്ല. ഞങ്ങളൊരു ഉടച്ചു കൂട്ടാനെന്നാണ് പറയല് ഇതിന്. ഞങ്ങളൊക്കെ എങ്ങനെയെന്നൊന്നും അറിയില്ല. ചക്കക്കുരു വെച്ചിട്ടുണ്ടാക്കാറുള്ളതാണ്. പഴയ കാലത്തുള്ള ഒരു ഇതാണ്, പുതിയ ഐറ്റംസ് ഒന്നുമല്ല. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലും മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. കറിയല്ല, ഒരു ഉപ്പേരിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ചക്കക്കുരും മാങ്ങയൊക്കെ ചക്കക്കുരും മുരിങ്ങൻ്റെ ഇലയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾ കുറേ അധികം ചക്കക്കുരുവൊക്കെ ഇടും കേട്ടോ. ചക്കക്കുരുവൊക്കെ കൂടുതലിടും. അതിൻ്റെ മേലത്തെ തൊലി മാത്രം തൊലിച്ച് കളയുള്ളൂ. എന്നിട്ട് അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പം മുരിങ്ങൻ്റെ ഇലയൊക്കെ ഊരി കൊണ്ടുവന്ന് ഊരിയൊക്കെ വെച്ചിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പോൾക്ക് കുരു ഒന്ന് വേവിക്കാൻ വെക്കാം. അതിന് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കട്ടോ. എന്നിട്ട് മുരിങ്ങൻ്റെ ഇലയൊക്കെ കഴുകാൻ പോയാൽ മതി. അതവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് കുരു നല്ല ഉടക്കണം. അപ്പോഴാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം വേവാൻ വേണ്ടിയത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ചിലവർ കുക്കറിലൊക്കെ ആണെങ്കിൽ 2 വിസിലടിച്ചാൽ ശരിയാവും. പക്ഷേ എനിക്കത് മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് വെക്കാറ്. അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മുരിങ്ങൻ്റെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാം. അതിലേക്ക് തേങ്ങ അരക്കണം. അതിന് കുറച്ച് ചെറിയ ഉള്ളി കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നല്ല ജീരകം, കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്നുണ്ട് നല്ല അരിഞ്ഞ് പേസ്റ്റായിട്ട് അരയ്ക്കൊന്നും വേണ്ട. ഒന്നങ്ങോട്ട് അരച്ചെടുക്കുക എന്ന് മാത്രം. അങ്ങനെ അതും കൂടിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് നമ്മളിത് വെള്ളം ആയിട്ട് കറിയാക്കിയിട്ടല്ലല്ലോ എടുക്കണം. അതുകൊണ്ട് അപ്പം മുരിങ്ങൻ്റെ ഇല നന്നായി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുരിങ്ങൻ്റെ ഇല കഴുകുമ്പോൾ വൃത്തിയായി കിട്ടുന്നില്ല, വെള്ളം ഒഴിച്ചാൽ മുരിങ്ങൻ്റെ ഇല പൊന്തി പോവുക എന്നൊക്കെ പറയാം. അതിനുള്ളൊരു ടിപ്പാണ് ഈ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മുരിങ്ങൻ്റെ ഇല കഴുകി വെക്കുക. എല്ലാ ഇലമ്മലും വെള്ളം പിടിച്ച് കഴുകി വൃത്തിയായി കിട്ടും, എന്താ അഴുക്കുണ്ടെങ്കിലും. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത സമയത്തൊക്കെ പൊടി പാറിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വൃത്തിയാക്കി എടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കഴുകി വയ്ക്കുക. അപ്പോൾ ഇലയൊക്കെ താഴ്ന്ന് കിടക്കും വെള്ളത്തിൽ. നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കാൻ പറ്റും. മറ്റേത് ഇല ഇങ്ങോട്ട് വെള്ളം കൊണ്ട് ഒഴിച്ചാൽ പൊന്തി പോരുക എന്നല്ലാതെ ഇലമ്മ വെള്ളം പിടിക്കില്ലല്ലോ. ഇതാവുമ്പോൾ ഉണ്ടാവും, നന്നായി കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. ഉണ്ടാവും മുരിങ്ങൻ്റെ ഇലയൊക്കെ താഴ്ന്ന് വെള്ളത്തിൽ താഴ്ന്ന് കിടക്കണുണ്ടല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ അതാ കുരുവൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അത് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചും കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങൻ്റെ ഇലയിലേക്ക് വാരിയിടാം കേട്ടോ. അപ്പോൾ അത് നല്ല തളിയുടെ ഇല ആയതുകൊണ്ട് കുറേയധികം ഇല ഇട്ടാലും ഒതുങ്ങി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം മുരിങ്ങൻ്റെ ഇലയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സമയമല്ലേ, മഴക്കാലമൊക്കെ ആകുമ്പോൾ. ചക്കക്കുരുവൊക്കെ നമുക്ക് ചക്കയുള്ള സമയത്ത് ഫ്രിഡ്ജിൽ ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ ഇതേപോലെ ഇലയുള്ള കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ്. നമുക്ക് മീനും കറിയൊക്കെ മീൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോ തോരനൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാ ഇലയും കൂടി വാരി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ ഒന്ന് ഒതുങ്ങി കിട്ടിയതിന് ശേഷം നമുക്ക് കുരു ഇലയും കൂടി ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് അടച്ചൊരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ ഇലയൊക്കെ ഒന്നുകൊണ്ട് ഒതുങ്ങി കിട്ടിക്കോളും, ഒന്ന് വാടി കിട്ടിക്കോളും.
കണ്ടോ? അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വെള്ളം ഒന്ന് വറ്റി കിട്ടണം അതിലത്തെ. അപ്പോൾ ചക്കക്കുരൊക്കെ ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കണം. അപ്പോൾ നല്ല വെന്ത കുരു ആയതുകൊണ്ട് ഞാൻ മൺചട്ടിയിൽ ഇങ്ങനെ കയ്യിലോണ്ട് ഉടക്കണം. നിങ്ങൾ പോയിട്ട് നല്ല ഊക്കിലൊക്കെ ഉടച്ച് ചട്ടിയൊന്നും പൊട്ടിച്ചിട്ട് ഇന്നൊന്നും പറയരുത്. അപ്പോൾ അതുകൊണ്ട് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ കുരു നല്ല പൊടിയുള്ള കുരുവാണ്, നല്ല വെന്ത അലിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെറുതെ കയ്യിലോണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ആ തേങ്ങ അരച്ചതും കൂടി ഒന്ന് മിക്സാക്കി വെക്കാം നമുക്ക്. തേങ്ങ അരച്ച കൂട്ടിയതിന് ശേഷം നമ്മൾ വല്ലാതെ തിളക്കാൻ പാടില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫാക്കി വെക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ വറ്റി കിട്ടും. കുരുവൊക്കെ ഒന്ന് പൊടിഞ്ഞു വരുന്നതല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇനി അതിലൊക്കെ ഒന്ന് വറവ് കൊടുക്കണം നമുക്ക്. അതിന് വേണ്ടി ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുരിങ്ങൻ്റെ ഇല സീസണായ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറി കേട്ടത്. മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കും. വേനൽക്കാലത്തല്ലേ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൂ. വർഷക്കാലത്ത് ഇല ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അത് കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 4 ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.